ഹലോ, ഇന്നൊരു സമോസ ഉണ്ടാക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന സമോസയാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ബട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ബട്ടർ വെളുത്തുള്ളി ചതച്ചും സവോള ഞാൻ ബട്ടറിലാണ് കേട്ടോ ഒന്ന് മൊരിയിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അതിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന റോള്. ഇത് ഒത്തിരി നാളായി ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ഈ സമോസ ഷീറ്റ്. ഞാനിപ്പോഴും ആദ്യമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ സമോസ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സവോളയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇതേ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല അല്ല കേട്ടോ, മീറ്റ് മസാലയാണ്. പിന്നെ അതിലേക്ക് ഒരു പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മീറ്റ് ഉലർത്ത് മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് കൂട്ടാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ചേർത്താണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 3 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മുട്ടയൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരണം കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പൊടികളും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല, കാശ്മീരി മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് ഒത്തിരി ഒന്നുമില്ല കേട്ടോ, കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ. എരിവ് ഇച്ചിരി കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എരിവ് കുറച്ചാണ് ഇടാറുള്ളത്. പിന്നെ കാശ്മീരി റെഡ് ചില്ലിയാണ് ഉപയോഗിക്കാറുള്ളൂ. പച്ചമുളകാണെങ്കിലും എരിവില്ലാത്ത ടൈപ്പാണ് കേട്ടോ വാങ്ങിക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇത്രയും കാണിച്ചു വെച്ചിട്ട് എൻ്റെ ബാക്കി ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോയിട്ടോ. എന്താണെന്നല്ലേ, ഇതിൻ്റെ ഫില്ലിങ് റെഡി ആക്കിയിട്ടത്തേക്ക് ഈ കുമ്പിൾ ഇങ്ങനെ ആക്കി എടുക്കാൻ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എത്ര ചെയ്തിട്ടും അത് ശരിയാവുന്നില്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പാളിപ്പോവായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു വിധത്തിൽ ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമോസ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ അതിലൊരു ചന്തം പോരല്ലോ. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ആക്കിയെടുത്താണ്. എനിക്കൊരു പാടായിട്ടൊരു ടാസ്ക് ആയിട്ട് തോന്നിയത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് കണ്ടോ കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പർ രുചിയായിരുന്നു. 4 മണി ചായക്കൊക്കെ ഇത് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോകുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഈ മുട്ട വെച്ചിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതും കൂടെ കേട്ടോ. ഇങ്ങനത്തെ ഒരു സമോസ ഞാൻ കഴിച്ചിട്ടില്ലേ. ഞാൻ എൻ്റെ രീതിയിലൊരു വെറൈറ്റി പരീക്ഷണം നടത്തിയതാണ്. ഞാൻ ഈ വെജിറ്റബിൾ ആയിട്ടുള്ള മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതേപോലത്തെ മുട്ട വെച്ചൊന്നും ഞാൻ ആദ്യമായിട്ട് കഴിക്കാനാണ്. അതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നാലും ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതിന് ചിക്കൻ വെച്ചിട്ട് അടുത്ത പരീക്ഷണം ഒന്ന് ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. താങ്ക്